മൈക്രോസോഫ്റ്റ് റിവാർഡ്സിൻ്റെ ആ ഒരു പേജ് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പുതിയൊരു സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറഞ്ഞ ഒരു സംഭവം. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിരത്തി കുറേ AI ടൂൾസ് ഒന്നും നോക്കിയില്ല, ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതാണ് ഇന്ന് തരിക. മൈക്രോസോഫ്റ്റിന് അവരുടെ ആ ഒരു കോപ്പൈലറ്റിൽ വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിസൈനർ ഇറക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഡിസൈനർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രിവ്യൂ വേർഷനിലാണ്. എല്ലാ കമ്പനീസും AIയുടെ കുറേ ടൂൾസ് ഇറക്കുമ്പോൾ ആദ്യം പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പിലാണ് ഇറക്കി കുറേ നാളെ നമ്മളത് യൂസ് ചെയ്ത് നമുക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അവർ തുടങ്ങും. 499 രൂപയും അതുപോലെ 599 രൂപയൊക്കെ ആയിട്ട് കുറേ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ലോഞ്ച് ചെയ്യും. അപ്പോൾ അത്രയും നാൾ നമ്മൾ അതുകൊണ്ട് കുറേ പരിപാടികൾ ചെയ്തു. പക്ഷേ ആ ഒരു സമയത്തെപ്പോൾ, അതായത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എത്തുമ്പോൾ നമ്മളുടെ തലക്കിട്ട് അടിയിടുന്ന പോലെയാണ്. അപ്പോൾ അത് പറയാനുള്ള കാരണം മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു AIനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ അവരിപ്പോഴും പറയുന്നത് ഇതെന്ത് തേങ്ങയാണ്, ഇത് വന്നിട്ടും എൻ്റെ ജോലിയൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത് പലരും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂൾസ് ആവശ്യമുള്ളവർക്കാണെങ്കിലോ പൈസയുടെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഫോൺ ചാർജ് ചെയ്യുന്നത് തന്നെ ഒരു വിധത്തിലായിരിക്കും. ഇപ്പം ഞാനും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാടാണ്. പിന്നെ കുറേ പേര് GPT-4, അതായത് ChatGPT-4 എന്ന് പറഞ്ഞ വെർഷൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8-9 മാസമായിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം അതൊരു സബ്സ്ക്രിപ്ഷൻ മോഡലായതുകൊണ്ട് തന്നെ പൈസ കൊടുക്കണം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് ChatGPTയുടെ 3.5 ആ ബേസിക് വേർഷൻ വെച്ച് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനർ നമുക്ക് ഇതുപോലെ തന്നെ അവസാനം ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്ക് എത്തിയാൽ എന്തായാലും നമ്മൾ മുഞ്ചും. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസൈനറിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ടൂൾസ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഈ റിവാർഡ്സ് പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ആ ഒരു സെറ്റപ്പ് വന്നാൽ നിങ്ങൾക്ക് അവിടെ തെളിഞ്ഞ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് designer.microsoft.com വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേജിലേക്ക് ഡയറക്റ്റായിട്ട് വരാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് വളഞ്ഞു തിരിഞ്ഞ് വരണമെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് മൈക്രോസോഫ്റ്റ് ഡിസൈനർ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ സംഭവത്തെ പറ്റി ആദ്യമാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് സെറ്റപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ കുറച്ചധികം പരിപാടികളുണ്ട്. മെയിനായിട്ട് അക്കൗണ്ട് ചേരണം, അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്, ഡിസൈനർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഇമേജസ് വേണമെങ്കിൽ ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. എത്ര ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. സ്വാഭാവികമായിട്ടും മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ഇല്ലാതെ ഇത് കാര്യം നടക്കില്ല. ഇത് ചേരാൻ വലിയ പാടൊന്നുമില്ല. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെറിയ സിമ്പിൾ സാധനങ്ങളൊക്കെ കൊടുത്ത് പെട്ടെന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾസ് ലിസ്റ്റിലേക്കായിരിക്കും വരുന്നത്. ഇമേജ് ക്രിയേറ്റർ, ഡിസൈൻ ക്രിയേറ്റർ, ജനറേറ്റീവ് ഇറേസ്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ബ്രാൻഡ് കിറ്റ് ക്രിയേറ്റർ, ആൽബം ക്രിയേറ്റർ, പിന്നെ ആ ഒരു സ്റ്റിക്കർ ക്രിയേറ്റർ, ജനറേറ്റീവ് എക്സ്പാൻഡ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് വരുന്നത്. അതിനകത്ത് ഈ ലാസ്റ്റ് പറഞ്ഞ 3 കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്യാൻവ പ്രീമിയം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എന്താ പറയുക, അൺസബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷേ അതൊരു ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് ക്യാൻവ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഒരു ഡിസൈനർ യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏത് ടൂൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ക്രിയേറ്റർ എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള, അതായത് നേരത്തെ ആരോ ഉണ്ടാക്കിയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇവിടെ ഞാൻ പ്രോംപ്റ്റ് ആയിട്ട് ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും ക്യാൻവയുടെ ഫീച്ചേഴ്സ് എവിടെ. ഓക്കെ, അത് കിട്ടാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ, അതായത് നമ്മൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. ആ ഒരു ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ആയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ഡിസൈൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ക്യാൻവയുടെ സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് താഴെ ഇവിടെ കസ്റ്റമൈസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാൻവ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ, നമ്മൾക്ക് വല്ല അസറ്റ്സ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വിഷ്വൽസ്, അതായത് നമ്മൾ ക്യാൻവയിൽ സെർച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ജനറേറ്റും കൂടി ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇമാജിനേഷൻ വെച്ച് നിങ്ങൾക്ക് അത്ര നല്ലതായിട്ട് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമ്പിളായിട്ട് വീണ്ടും ഒരു ഇമേജും കൂടി ജനറേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഒരു ബീച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിൻ്റെ ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നല്ല റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെക്കാളും അഡ്വാൻസ്ഡ് ആണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഇമേജസ് ഒക്കെ ഇത് ക്രിയേറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പിക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിൽ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ക്രോപ്പ്, ഇമേജ് ടൂൾ എന്ന് പറയുമ്പം നമുക്കിവിടെ കുറേ ഫിൽറ്റർ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, സെറ്റ് ബാക്ക്ഗ്രൗണ്ട്, പൊസിഷൻ, അതുപോലെ തന്നെ ഒപ്പാസിറ്റി ഒക്കെ നൈസായിട്ട് ചെയ്യാം.
പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ എത്ര ഇഷ്ടമായില്ലെങ്കിൽ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് ഐഡിയാസ് എന്ന രീതിയിൽ കുറേയധികം സജഷൻസ് ഇവിടെ വരുന്നുണ്ട് പല രീതിയിൽ. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പം ആരെക്കൊണ്ടും പോസ്റ്റേഴ്സ് ലൈവായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ടെസ്റ്റൊക്കെ ഓൾറെഡി ചെയ്ത് നോക്കി. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ മൈ പ്രോജക്ട്സ് എന്ന് പറഞ്ഞ രീതിയിൽ മേളിൽ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പറഞ്ഞു വന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവ റീപ്ലേസ്മെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ജനറേറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള രീതിയിൽ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻവയിൽ നമുക്ക് കുറേ രീതിയിൽ ഒരു ഇമേജസ് നമുക്ക് ലെയർ ആയി അതുപോലെ തന്നെ എന്താ പറയുക ഇത്തിരി കൂടി സിമ്പിളാണ് ചെയ്യാൻ. പക്ഷേ ഇത് ഇത്തിരി കൂടിയും പാടാണ് പഠിച്ചു വരാൻ. അതായത് കുറച്ച് മാനേജ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. കാരണം ഇത് നമ്മുടെ പ്രിവ്യൂ ആണ്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ വേർഷൻ ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവരെ കുറേയധികം പോസ്റ്റേഴ്സും അതുപോലെ കുറേയധികം ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഈ ഒരു ഇമേജ് ക്രിയേറ്ററാണ് കാണിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഡിസൈൻ ക്രിയേറ്റർ, അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ടൈപ്പോഗ്രഫി ഒക്കെ വെച്ച് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ജനറേറ്റീവ് ഈസ്, അതായത് ഒരു ഇമേജിൽ നിന്ന് ഒരു ഇമേജ് കളയാനുള്ള ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബ്രാൻഡ് കിറ്റ് ക്രിയേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ്, അതുപോലെ തന്നെ ഒരു ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലോഗോ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ, പിന്നെ അവരുടെ മെയിൻ കളർ സ്കീമാണ്. അപ്പം അങ്ങനെ കളർ സ്കീമും കളർ പാലറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു AI ടൂളാണ് ഈ ഒരു ഡിസൈനർ, ഈ ഒരു ബ്രാൻഡ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ബ്രാൻഡ് നെയിം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ബ്രാൻഡാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അവിടെ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളും കൊടുത്തു നോക്കാം, എങ്ങനെ അത് വരണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വയർലെസ് ഇൻസൈഡ് നിങ്ങൾക്ക് കുറേ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ജനറേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റിനനുസരിച്ചിട്ട് സംഭവം ഇവിടെ ജനറേറ്റ് ചെയ്ത് വരും ഇപ്പോൾ. ഓക്കെ, അപ്പം ഈ ജനറേറ്റ് ആയി വരുന്ന ആ ഒരു ആനിമേഷൻ കാണാൻ അടിപൊളിയാണ്. നല്ല രീതിയിലാണ് മൈക്രോസോഫ്റ്റ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയ കളർ പാലറ്റും കാര്യങ്ങളൊക്കെ. ആദ്യത്തെ വൻ ശോകമാണ്. ഓക്കെ, രണ്ടാമത്തെയും വൻ ശോകമാണ്, മൂന്നാമത്തെയും വലിയ രസമില്ല. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിവിടെ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ പോലെ ഇരിക്കും. ബ്രാൻഡ് നെയിം മാത്രം കൊടുത്താൽ പോലെ ആ ഡിസ്ക്രിപ്ഷൻ കൂടി നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി അങ്ങനെ കൊടുത്തുന്നുള്ളൂ. ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി നിങ്ങൾ പക്കയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കളർ പാലറ്റ്സും ഡിസൈനൊക്കെ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുകയാണിത് ഒരു എന്താ പറയുക ഒരു പ്രീമിയം പ്രൊഫഷണൽ ലുക്കിംഗ് ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലാസ്റ്റത്തെ വലിയ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ലോഗോയും കളർ പാലറ്റൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ അത്യാവശ്യം ശോകമാണ്. ഓക്കെ, രണ്ടാമത്തെ ആ ഒരു ലുക്കേ മാറി പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ ലോഗോ വലിയ രസമില്ല, പക്ഷേ ആ ഒരു ഫോണ്ടും ആ ഒരു കളർ പാലറ്റ് സ്കീമൊക്കെ ടോപ്പ് ക്ലാസ് ആണ്. ഓക്കെ, അതപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ പൊളി സാധനം നമുക്ക് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓർമ്മയുണ്ട്, അത് അത്യാവശ്യം ഗ്രേഡ് ഔട്ട് ആയിട്ടുള്ള സംഭവമാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ലോഗോ ഒന്നും ഒരു മാച്ചല്ല. ഓക്കെ, അത് അത്ര രസമില്ല, പക്ഷേ ഓവറോൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ബാൻഡിങ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഉദ്ദേശിച്ച ഒരു കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെസിഫൈ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പല ഷെയ്ഡ്സുള്ള രീതിയിൽ ഒരു 3 കോപ്പി, അതായത് 3 ഡിസൈനിൽ അവർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതിൽ നിന്നും വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയ ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതോടെ പ്രൊഫഷണൽ ലുക്കിംഗ് ആക്കണമെങ്കിൽ എന്തായാലും AI കൊണ്ട് പറ്റില്ല. ഓക്കെ, ഇതിപ്പം എളുപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ പണിയെടുക്കണം. ഓക്കെ, അങ്ങനെ എൻ്റെ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഫ്രഷ് ലുക്ക് അതിനകത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ ലോഗോവും പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നടക്കണമെങ്കിൽ ഈ ഒരു ഡിസൈനർ എന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ നാൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ മെത്തേഡ് വരാൻ ചാൻസ് ഉണ്ട്. പൈസ കൊടുക്കാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ച് ഒരു പരിവാക്കിയായിരിക്കും നമുക്ക് ഫ്രീ യൂസേഴ്സിന് അത് തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മൈക്രോസോഫ്റ്റ് ഡിസൈനർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലും നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ ചെല്ലാം. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ മൈക്രോസോഫ്റ്റ് റിവാർഡ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കണമെങ്കിൽ അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയും പിന്നെ നല്ല കുറേ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.